അപ്പോൾ നമ്മൾ കുറേ നാളെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, കാരണം നമ്മുടെ സെമസ്റ്റർ എക്സാം തുടങ്ങാറായി. അപ്പോൾ എക്സാമിന് മുമ്പ് നമുക്കുള്ള പരിപാടിയാണ് ഫീ അടയ്ക്കണം, അതുപോലെ ഈ കാണുന്ന നോഡ്യൂ സർട്ടിഫിക്കറ്റ് സെറ്റാക്കണം. സത്യം പറഞ്ഞാൽ എക്സാമിന് പഠിക്കുന്നേക്കാൾ പാടാണ് ഈ പേപ്പർ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയപ്പോൾ വിഷ്ണുവിനെയും കണ്ടായിരുന്നു. അപ്പോൾ അവനും ഇതുപോലെ ഒരുപാട് കാര്യം ശരിയാക്കണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാം ശരിയായി. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ദേണ്ടയുടെ വിദൂരതയെന്ന് വരുന്നു ആദി. ആൾ കയ്യിൽ എന്തൊക്കെയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാരി കുറച്ച് ഓർഡർ വന്നത് പിക്ക് ചെയ്യാൻ പോയതായിരുന്നു. അങ്ങനെ ആദ്യനെ കണ്ട് കുറച്ച് സംസാരിച്ച് ഞാനും അക്ഷയ് നേരെ വിട്ടു നമ്മുടെ ലൈബ്രറിക്ക്. ഈ കാണുന്ന നമ്മുടെ കോളേജിൽ ലൈബ്രറി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പഠിക്കാൻ പറ്റുന്നുട്ടാ. കാരണം എനിക്ക് അത്യാവശ്യം സൈലൻസ് വേണം, പക്ഷേ ഒരുപാട് സൗണ്ട് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലൈബ്രറി ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് പഠിക്കുമ്പോഴാണ് എനിക്ക് മര്യാദയ്ക്ക് തലയിൽ കയറുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ സീനിയേഴ്സ് ആയിട്ട് വിളിച്ചൊരു കാര്യം പറഞ്ഞേ, അവർ ഇഫ്താർ പരിപാടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളുടെ ബാൻഡ് ഒന്ന് വന്ന് പെർഫോം ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയല്ലേ, വിട്ടുകൊടുത്തില്ല, നേരെ വിട്ടു പിള്ളേരും കൂട്ടി പരിപാടിക്ക്. അങ്ങനെ ഒരുപാട് പേരൊന്നും ഉണ്ടായില്ല, ആകെ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നുള്ളൂ. ഞാൻ, തിമി, ഫാരിസ്, ഹരോൾഡ്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ സീനിയേഴ്സ്. ഇവർക്കാണെങ്കിൽ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പാണ്. അപ്പോൾ ഇവർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇവർ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾക്കൊരു പരിപാടി ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്കൊരു പരിപാടി കിട്ടുമ്പോൾ നമ്മളങ്ങനെ വിട്ടുകൊടുക്കാറില്ല. എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പോകണം. കാരണം ഒരുപാട് നാളായിട്ട് അങ്ങനെ പരിപാടിയും പ്രാക്ടീസും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കണ്ടു. പിന്നെ എക്സാമിൻ്റെയും കാര്യങ്ങളുടെ ടെൻഷനൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് പോരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നത്. അത് നല്ലൊരു പരിപാടിയായിരുന്നു. ഞങ്ങൾക്കൊരു 1-2 മണിക്കൂർ നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് സൂപ്പർ. ഔട്ട് ഓഫ് ഓൾ ദ ബാഡ് തിങ്സ് ഹാപ്പൻ റീസെൻ്റ്ലി, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ഡേ. ഇന്ന് ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാൻഡിൽ നിന്ന് പെർഫോം ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡേ, എ ഗ്രേറ്റ് ടീം, എ ഗ്രേറ്റ് പാർട്ടി. ഓൾ താങ്ക്സ് ടു അവർ സീനിയേഴ്സ്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. എക്സാമിൻ്റെ ടെൻഷനിലായിരുന്നു. അതിൻ്റെ ഒക്കെ ഇടയിൽ ഇന്ന് ഇങ്ങനൊരു നല്ലൊരു ദിവസം ഉണ്ടാക്കി തന്നതിന് ഞങ്ങളുടെ സീനിയേഴ്സിനോട് ഒരുപാട് നന്ദി. ആൻഡ് ഇറ്റ് വാസ് സോ മച്ച് ഫൺ. ആൻഡ് താങ്ക്സ് ടു മൈ സീനിയേഴ്സ് വൺസ് അഗെയിൻ. വി ലവ് യു ഗൈസ്.